നവകേരള സദസ്സ് പരാതി പരിഹരിക്കാനല്ല എന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി പരാതി എന്ന വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും ഈ പരാതികൾ പരിഹരിക്കാനായി പുതിയ സ്പെഷ്യൽ ഓഫീസർമാരെയൊക്കെ നിയോഗിച്ചുകൊണ്ട് അത്തരം സംവിധാനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് സംസ്ഥാന വ്യാപകമായി ഇത്തരം സംവിധാനങ്ങളൊക്കെ ഒരുക്കിയത്, ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചു വരുത്തിയത്, കോടിക്കണക്കിന് രൂപ മുടക്കിയെന്ന ചോദ്യമൊക്കെ അങ്ങനെ അവശേഷിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ പുതിയ സംവിധാനത്തെപ്പറ്റി സർക്കാർ ആലോചിക്കുന്നത്? ഉമേഷ്, പ്രധാനമായും ഉമേഷ് ഇപ്പോൾ ചോദിച്ച ചോദ്യം തന്നെയാണ് ഇവിടെ പ്രസക്തമാകുന്നത്. കാരണം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ലഭിച്ച അപേക്ഷകൾ അത് VVIP പരിഗണന നൽകി അത് ഉടനടി പരിഹരിക്കുമെന്നാണ് സർക്കാർ ആദ്യം നൽകിയ ഒരു വാഗ്ദാനം. പക്ഷേ അത് ഇതുവരെ പരിഹരിക്കപ്പെടുന്നില്ല. അത് കാലതാമസം വരുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 6,21,000 പരാതികളാണ് ഇതുവരെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ ലഭിച്ച അപേക്ഷകളിൽ ഒരു വ്യക്തത കുറവുണ്ട്. അതായത് അത് ലഭിച്ച അപേക്ഷകളുടെ എണ്ണം ഇനിയും പൂർണ്ണമാകാനുണ്ട്. അപ്പോൾ ഇനിയും ഈ അപേക്ഷകൾ കണക്ക് നോക്കുമ്പോൾ കൂടും. കൂടാതെ എറണാകുളത്ത് ഇനി നവകേരള സദസ്സ് നടക്കാനിരിക്കുന്നു. അപ്പോൾ പരാതികളുടെ എണ്ണം, ഈ ലഭിക്കുന്ന അപേക്ഷകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകും. എന്തായാലും 7 ലക്ഷത്തോളം പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിൽ തീർപ്പാക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമൊന്നും ആയിട്ടില്ല. അത് ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചാണ് ഈ സ്പെഷ്യൽ ഓഫീസർമാരെ സർക്കാർ നിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ ഇതുവരെ അത് ആ ഒരു തീരുമാനത്തിലേക്ക് പോയിരുന്നില്ല. ഇന്നത്തെ മന്ത്രിസഭാ യോഗം അത് പരിഗണിക്കുമെന്നാണ് നമുക്ക് നേരത്തെ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ 2 മന്ത്രിമാർ രാജിവെച്ച സാഹചര്യത്തിൽ പുതിയ 2 മന്ത്രിമാർ എത്തുന്ന സാഹചര്യം കൂടി പരിഗണിച്ച് ഇന്നത്തെ മന്ത്രിസഭാ യോഗം മാറ്റിവെച്ചിട്ടുണ്ട്. പുതിയ മന്ത്രിമാർ എത്തിയതിനു ശേഷം അടുത്ത മന്ത്രിസഭാ യോഗം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അത്തരത്തിലൊരു തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ സ്പെഷ്യൽ ഓഫീസർമാരുടെ നിയമനം വൈകാനാണ് സാധ്യത. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ സ്പെഷ്യൽ ഓഫീസർമാരെ ഏകോപിപ്പിച്ച് ഇത്തരം അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കാം എന്നതാണ് നിലവിലെ തീരുമാനം. അതിൽ ജില്ലാതലത്തിൽ പരിഹരിക്കേണ്ട പരാതികൾ 30 ദിവസത്തിനുള്ളിലും സംസ്ഥാന തലത്തിൽ പരിഹരിക്കേണ്ട പരാതികൾ 45 ദിവസത്തിനുള്ളിലും അതിന് തീരുമാനമുണ്ടാകും, തീർപ്പാക്കുമെന്നാണ് മന്ത്രിമാർ അവകാശപ്പെടുന്നത്. പക്ഷേ തീരുമാനങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. ഇനി പുതിയ മന്ത്രിമാർ എത്തിയതിനു ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളൊക്കെ ചേരുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സപ്ലൈകോയുമായി ബന്ധപ്പെട്ടാണ്. സപ്ലൈകോയുടെ ഈ 3-അംഗ സമിതി നൽകിയ റിപ്പോർട്ട്, ഈ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് 3-അംഗ സമിതി നൽകിയ റിപ്പോർട്ട് ഇന്നത്തെ മന്ത്രിസഭാ യോഗം പരിഗണിക്കാനിരിക്കുകയായിരുന്നു. പക്ഷേ മന്ത്രിസഭാ യോഗം മാറ്റിയ സാഹചര്യത്തിൽ അതും അടുത്ത മന്ത്രിസഭാ യോഗത്തിലായിരിക്കും പരിഗണിക്കുക. ഈ റിപ്പോർട്ട് ഭക്ഷ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. ആ കാര്യമായിരിക്കും അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുക. എന്തായാലും വില വർധനവ് എന്ന കാര്യം സ്വാഭാവികമായും പ്രാബല്യത്തിൽ വരും. കാരണം LDF അതിന് അനുമതി നൽകി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ക്യാബിനറ്റിൽ എത്തിയതുകൊണ്ട് പ്രത്യേക തീരുമാനങ്ങളൊന്നും അതിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഈ 3-അംഗ കമ്മീഷനിൽ ഉള്ളത് സപ്ലൈകോ MD, ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി, ഒരു പ്ലാനിംഗ് ബോർഡ് അംഗമാണ്. ഈ 3 പേരുമാണ് ഈ വില വർധനവുമായി ബന്ധപ്പെട്ട കാര്യം, അത് വില വർദ്ധിപ്പിക്കാമെന്ന കാര്യം സൂചിപ്പിച്ചത്. സപ്ലൈകോയിൽ ഇപ്പോൾ തന്നെ സബ്സിഡി സാധനങ്ങളൊന്നും ലഭ്യമല്ല. അപ്പോൾ സ്വാഭാവികമായും വില വർദ്ധിപ്പിച്ചാലും വർദ്ധിപ്പിച്ചില്ലെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റു കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഓണം, ക്രിസ്മസ് വിപണികളിലൊക്കെ ജനങ്ങൾ കൂടുതൽ ആശ്രയിച്ചു വന്നുകൊണ്ടിരുന്നത് സബ്സിഡി സാധനങ്ങൾ ലഭിക്കുന്ന ഈ സപ്ലൈകോയ്ക്ക് ആയിരുന്നു. സപ്ലൈകോ വലിയ പ്രതിസന്ധിയിൽ മുന്നിട്ട് പോകുന്ന സാഹചര്യത്തിൽ സപ്ലൈകോയെ തന്നെ ജനമാകെ കൈയൊഴിഞ്ഞ ഒരവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ അത് വലിയ ചർച്ചയാകും. പ്രത്യേകിച്ച് സർക്കാർ ഈ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോൾ സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത് ഈ 13 സാധനങ്ങൾക്ക് കഴിഞ്ഞ 6 വർഷമായി വില വർധനവില്ല എന്നൊക്കെ വാദങ്ങൾ നിരത്തിയിരുന്നു. ഇനി ആ വാദങ്ങളൊന്നും സർക്കാരിന് നിരത്താൻ കഴിയില്ല. വില വർധനവില്ലാന്ന് മാത്രമല്ല ചന്തു, സാധനം കിട്ടാനില്ല, പിന്നെ എങ്ങനെയാണ് വില വർദ്ധിപ്പിക്കുക? അതെ, സാധനങ്ങൾ പ്രധാനമായും സബ്സിഡി സാധനങ്ങളൊന്നും ലഭിക്കാനില്ല. അത് സപ്ലൈകോയെ സംബന്ധിച്ച് ഈ പ്രതിസന്ധി തുടങ്ങിയത് ഇന്നോ ഇന്നലെയല്ല. കുറച്ചു നാളായി സപ്ലൈകോയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി നിൽക്കുകയാണ്. ഈ സാധനങ്ങൾ നൽകുന്നവർക്ക് കൃത്യമായി പൈസ നൽകുന്നില്ല, കുടിശ്ശിക, വലിയ കുടിശ്ശിക. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഓണക്കാലത്ത് സപ്ലൈകോ നേരിട്ട പ്രതിസന്ധിയൊക്കെ നമുക്ക് മുന്നിലുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും വില വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ ജനങ്ങൾ കൈയൊഴിഞ്ഞ ഒരു സ്ഥാപനത്തിലേക്ക് കൂടുതൽ മാർക്കറ്റിലെ വില നൽകി വാങ്ങാൻ മറ്റൊരാൾ പോകുമോ എന്ന സാഹചര്യമൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഒരു സ്ഥലത്ത് തന്നെ ഒത്തിരി മാർജിൻ ഫ്രീ ഷോപ്പുകളൊക്കെ ഉയർന്നു വരുന്ന നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിൽ ഇനി സപ്ലൈകോയുടെ നിലനിൽപ്പ് എന്താകുമെന്ന കാര്യമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം പരിഗണിക്കേണ്ടിയിരുന്നത്. പക്ഷേ മന്ത്രിസഭാ യോഗം മാറ്റിവെച്ച സാഹചര്യത്തിൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം ഉമേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPI നേതൃയോഗമാണ്. ഇന്ന് CPI നേതൃയോഗം ചേരുന്നതിനൊരു പ്രത്യേകതയുണ്ട്. കാനം രാജേന്ദ്രന്റെ വിയോഗത്തിന് ശേഷം ചേരുന്ന CPI സംസ്ഥാന നേതൃയോഗം
നേതൃയോഗം എന്ന പ്രത്യേകതയുണ്ട്. ഇതിൽ കൂടുതൽ വിമർശനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നവകേരള സദസ്സിന് ശേഷം ചേരുന്ന ഒരു യോഗം എന്ന നിലയ്ക്കൊക്കെ വിമർശനങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഈ കാനം രാജേന്ദ്രന്റെ അഭാവത്തിൽ ബിനോയ് വിശ്വന് താൽക്കാലികമായി CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പദം നൽകിയിട്ടുണ്ട്. അത് ഇന്നത്തെ ഈ സംസ്ഥാന കൗൺസിൽ അംഗീകരിക്കും. ഇതിൽ ഈ നിയമനത്തെ തന്നെ ഒരു വിഭാഗം കെ ഇസ്മായിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഇന്നത്തെ CPI നേതൃയോഗത്തിലും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉമേഷ്, ഇത് തുടക്കത്തിൽ പറഞ്ഞതിൻ്റെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഈ 30 ദിവസത്തേക്കകം നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളൊക്കെ പരിഹാരം കാണുമെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ ലഭിച്ച പരാതികൾ പരിഹാരം കണ്ട് ആ ഗുണഭോക്താക്കൾക്ക് ഗുണം ലഭിക്കേണ്ട സമയമായിട്ടുണ്ട്. കാരണം വേണ്ട 36-37 ദിവസമാവുന്നു നവകേരള സദസ്സ് പൂർത്തിയായിട്ട് കാസർഗോഡ് ജില്ല വിട്ടിട്ട്. അങ്ങനെ പരിശോധിച്ചാൽ ആ കാസർഗോഡ് ജില്ലയിൽ മാത്രം ഏതാണ്ട് 200-ൽ താഴെ പരാതികൾക്ക് മാത്രമാണ് ഇതുവരെ താൽക്കാലികമായാണെങ്കിലും പരിഹാരം കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഈ പ്രചരണം എന്നൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഇതിൻ്റെ പരിഹാരം കാണാൻ ഇനി സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഈ പ്രത്യേക ഓഫീസറെ നിയോഗിച്ച ശേഷം മാത്രം പരിഹാരം ഉണ്ടാകൂ എന്നതാണോ സർക്കാരിൻ്റെ തീരുമാനം? ഉമേഷ്, ഇത് ആദ്യഘട്ടം മുതൽ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇത്തരം ലഭിച്ച അപേക്ഷകൾ, ഈ പരാതി അപേക്ഷ എന്ന കാര്യം സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ ഒരു ആശയക്കുഴപ്പം വരുന്നുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല. പരാതികളാണെങ്കിലും അപേക്ഷകളാണെങ്കിലും ഈ ലഭിച്ച അപേക്ഷകൾ എന്ന് പറയാം, ഈ ലഭിച്ച അപേക്ഷകളിൽ തീരുമാനമുണ്ടാകുമെന്ന്, അത് ഉടനടി തീരുമാനമുണ്ടാകുമെന്നാണ് ആദ്യഘട്ടത്തിൽ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക കൗണ്ടറുകളൊക്കെ ഒരുക്കി ഉദ്യോഗസ്ഥരെയൊക്കെ അവിടെ നിയമിച്ച് ഈ അപേക്ഷകൾ സ്വീകരിച്ചു വന്നത്. അപ്പോൾ ഈ സ്വീകരിച്ച അപേക്ഷകൾ ഒത്തിരി അപേക്ഷകൾ വരുന്നു. ഈ പ്രധാനമായും അവിടെ വെച്ച് തീർപ്പാക്കേണ്ട വളരെ കുറച്ചു കാര്യങ്ങളിൽ തീർപ്പ് ആക്കി വിടുന്നു. ബാക്കി അപേക്ഷകൾ ഇത്തരത്തിൽ 6,21,000 അപേക്ഷകൾ ലഭിച്ചതിൽ ഭൂരിഭാഗവും തീർപ്പാക്കിയിട്ടില്ല. ഏകദേശം 10% താഴെ അപേക്ഷകൾ മാത്രമാണ് തീർപ്പാക്കിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിനി അടിയന്തരമായി ഇത്ര അപേക്ഷകൾ ഒരുമിച്ചെത്തുമ്പോൾ സ്വാഭാവികമായും അത് പരിഹരിക്കുക കുറച്ച് ബുദ്ധിമുട്ടാകും. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരം സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ VVIP പരിഗണന നൽകി പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കുമെന്ന് വാദം മുഴക്കിയ സർക്കാർ തന്നെ ഇപ്പോൾ അത് 30 ദിവസം എന്ന അത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ റവന്യൂ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. 30 ദിവസമാണ് ഈ ജില്ലാ തലത്തിലെന്നും 45 ദിവസമാണ് സംസ്ഥാന തലത്തിലെന്നും ഉള്ള ഒരു ടൈം പീരീഡ് വയ്ക്കുന്നത് തന്നെ. അപ്പോൾ സ്വാഭാവികമായും VVIP പരിഗണന നൽകും എന്ന് പറയുന്ന അപേക്ഷകളാണ് ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നത്. ഇനിയും നവകേരള സദസ്സിൽ കൂടുതൽ അപേക്ഷകൾ എത്താൻ നിയോഗിച്ചുകൊണ്ട് പരിഹാരം കാണുമ്പോൾ എങ്ങനെയാവും പരിഹാരം എന്നൊക്കെ നോക്കി കാണേണ്ടിയിരിക്കണം.